ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ലെസൺ 8, റോങ് ടീച്ചിങ് അഗെയിൻസ്റ്റ് പേഴ്സണാലിറ്റി ഓഫ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിന്റെ ദൈവത്വമല്ല, ആളത്വം. ആളത്വത്തിന് എതിരെയുള്ള തെറ്റായ പഠിപ്പിക്കലുകൾ. അപ്പൊ ആളത്വം എന്ന് പറയുമ്പോൾ ബോത്ത് ഡീറ്റി ആൻഡ് ഹ്യൂമാനിറ്റി, നമുക്കറിയാം കഴിഞ്ഞ ആ രണ്ട് നേച്ചർ യേശുക്രിസ്തു എന്നുള്ള വ്യക്തിത്വത്തിലുണ്ട്. ടു നേച്ചേഴ്സ്, ഇൻസെപ്പറബിളി യുണൈറ്റഡ്, വേർതിരിക്കപ്പെടാനാകാത്ത വിധം, എന്നാൽ ഒന്നുകൂടെ കൂടിക്കലരാത്ത വിധം, എന്നാൽ വേർതിരിക്കാനാകാത്ത വിധം. ദാറ്റ് ഇസ് എ മിസ്റ്ററി. കാരണം കൂടിക്കലർന്നൊരു പുതിയ നേച്ചർ, അതൊരു റോങ് ടീച്ചിങ് ആണ്. ദാറ്റ് വി വിൽ കം ടു ദാറ്റ്. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. റോങ് ടീച്ചിങ് അഗെയിൻസ്റ്റ് ദ പേഴ്സണാലിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത്, ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ. ഇതിന്റെ ഒരു ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു തന്നിരുന്നു. യേശുക്രിസ്തുവിൽ രണ്ട് ആളത്വങ്ങളല്ല, രണ്ട് നേച്ചേഴ്സ്, ടു നേച്ചേഴ്സ് ഇൻ ക്രൈസ്റ്റ്, ഇൻസെപ്പറബിളി യുണൈറ്റഡ് എന്ന് പറഞ്ഞാൽ വേർതിരിക്കാനാകാത്ത വിധം യേശുക്രിസ്തുവിൽ രണ്ട് സ്വഭാവങ്ങൾ, ടു നേച്ചേഴ്സ്. അപ്പൊ ടു പേഴ്സണാലിറ്റി അല്ല, ടു പേഴ്സൺസ് അല്ല, ടു നേച്ചേഴ്സ്. ആ രണ്ട് നേച്ചർ ഇൻസെപ്പറബിളി യുണൈറ്റഡ് ആയിരിക്കുകയാണ് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ. അപ്പോൾ മാത്രമാണ് 100% ദൈവവും 100% മനുഷ്യനും എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കൂ. സോ ഇതാണൊരു സിമ്പിൾ ഡെഫിനിഷൻ. ദ യൂണിയൻ ഓഫ് അൺഡിമിനിഷ്ഡ് ഡീറ്റി എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ച നമ്മളത് നിങ്ങളൊക്കെ നന്നായിട്ട് ഉത്തരം പറഞ്ഞതാണ്. യേശുക്രിസ്തു മനുഷ്യനായിട്ട് വന്നപ്പോൾ ദൈവത്വത്തിൽ ഒരംശം പോലും കുറഞ്ഞില്ല. പക്ഷെ അത് പലപ്പോഴും തന്റെ സ്വന്തമായ താല്പര്യങ്ങൾക്ക് വേണ്ടി താൻ തന്നെ ഉപയോഗിച്ചില്ല. എന്നാൽ നമുക്കറിയാം, മരിച്ചവരെ ഉയർപ്പിച്ചു, അതുപോലെ ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന പാപമോചനം, അങ്ങനെയുള്ള അനേക കാര്യങ്ങൾ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തു. അൺഡിമിനിഷ്ഡ് ഡീറ്റി. ദെൻ പെർഫെക്റ്റ് ഹ്യൂമാനിറ്റി. യേശുക്രിസ്തുവിന്റെ ഹ്യൂമാനിറ്റിക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടായിരുന്നോ? പാപം ഒഴികെ. പക്ഷെ പാപം എന്നുള്ളത് ഇൻ ആക്ച്വാലിറ്റി ദൈവം സൃഷ്ടിച്ചപ്പോൾ ഉള്ള ഒരു നാച്ചുറൽ നേച്ചർ അല്ല മനുഷ്യന്. അത് പിന്നീട് മനുഷ്യൻ അനുസരണക്കേടിനാൽ വരുത്തി വെച്ചത്. ഇനിയും നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്ന, നമ്മൾ ഇനിയും കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ അല്ലെങ്കിൽ നമ്മുടെ പുനരുത്ഥാനത്തിന് ശേഷം നമുക്ക് ലഭിക്കുന്ന ശരീരത്തിൽ നമുക്ക് പാപം ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. സോ ദാറ്റ് ഈസ് ദ പെർഫെക്റ്റ് ഹ്യൂമാനിറ്റി ഫോർ എവർ ഇൻ വൺ പേഴ്സൺ. അപ്പൊ അൺഡിമിനിഷ്ഡ് ഡീറ്റി എന്ന് പറഞ്ഞാൽ ഒരു കണിക പോലും നഷ്ടപ്പെടാത്ത ദൈവത്വവും മനുഷ്യത്വവും, ഫോർ എവർ, ടു നേച്ചേഴ്സ് ഇൻ വൺ പേഴ്സൺ ഈസ് കോൾഡ് ഡോക്ട്രിൻ ഓഫ് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ. ഞാൻ ആവർത്തിക്കുന്നില്ല. ഈ യൂണിയൻ, ദാറ്റ് ഈസ് ദിസ് ദ യൂണിയൻ ഓഫ് ടു ഹൈപ്പോസ്റ്റാറ്റസ്. ഹൈപ്പോസ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നേച്ചർ എന്നാണ് അർത്ഥം, സ്വഭാവങ്ങൾ. ഹൈപ്പോസ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ അല്ലെ നേച്ചർ യൂണിയൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആൻഡ് ദിസ് ഈസ് യുണീക്നെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം, യൂണിറ്റേറിയനിസം. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഇത്? നമ്മൾ ത്രിത്വത്തെ കുറിച്ച് പഠിച്ചപ്പോൾ ഈ വാക്ക് നമ്മൾ ഉദ്ധരിച്ചതാണ്. ഒന്ന് ശ്രമിച്ചു നോക്കാമോ, എന്താണ് യൂണിറ്റേറിയനിസം? ഗൂഗിൾ ഫോമിൽ നിങ്ങൾ പിസ്സും ചെയ്തതാണ്, ഐ റിമെമ്പർ. Can somebody try? Make a try at least. Come on. തെറ്റിയാലും കുഴപ്പമില്ല. Make a try. യൂണിറ്റേറിയനിസം. ആരാ പറയാൻ പോകുന്നത്? ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി, നോ പ്രോബ്ലം. ഒരു ക്യാരക്ടറിന്റെ യൂണിയൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ എന്നല്ല, അപ്പം ഒറ്റ ക്യാരക്ടറിന്റെ അല്ലെങ്കിൽ ഒരു ബിഹേവിയറിന്റെ ഒരു ബിഹേവിയർ. ഒരാശയമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു എന്നൊരാശയം ഇവിടെ പറഞ്ഞു, ഒരു. അപ്പോൾ യൂണിറ്റേറിയനിസം, വെരി ഗുഡ്, താങ്ക് യു ഫോർ ആൻസറിങ്. ഞാനത് ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മയിൽ കൊണ്ടുവരാം. ആ ഒരു എന്നുള്ള ആശയം തന്നെയാ, യു ആർ റൈറ്റ്. പക്ഷെ അത് തിയോളജിക്കലി വരുമ്പോൾ ഫാദർ, ദൈവം സ്രഷ്ടാവും, പുത്രൻ ഒരു ക്രിയേഷനും, ഹോളി സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്ത പവറുമാണ്. നമുക്കറിയാം, ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, ഞാൻ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ മണ്ണ് കൊണ്ട് കുഴച്ച് എന്തെങ്കിലും ഒരു രൂപം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാനാണ് അവിടുത്തെ ക്രിയേറ്റർ.
ആ മണ്ണ് കൊണ്ടുണ്ടാക്കിയ രൂപമാണ് അവിടുത്തെ സൃഷ്ടി. പിന്നെ ഞാൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ച വിസ്ഡവും എന്റെ എനർജിയാണ് ഹോളി സ്പിരിറ്റ്. ഇതാണ് യൂണിറ്റേറിയനിസം എന്നുള്ള കൺസെപ്റ്റ്. ശരിക്കും ഇത് യേശുക്രിസ്തുവിനെ മാത്രം, ആ ആളത്വത്തിനെ മാത്രം എതിർക്കുന്ന ഒരു ടീച്ചിങ് അല്ല. അത് നമ്മൾ തുടർന്ന് പഠിക്കാൻ പോവാം. പക്ഷെ ഇത് ത്രിയേക ദൈവം എന്നുള്ള ആ ഉപദേശത്തിൽ നിന്നും യേശുവിനെ മാറ്റി നിർത്തുന്ന ഉപദേശമാണ്. അപ്പൊ ഇതിൽ നിന്നും യേശു എന്നുള്ള വ്യക്തി ഒരു ക്രിയേഷനായി മാത്രം മാറിയാൽ വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇതെന്താ അർത്ഥമാക്കുന്നത്? ടെൽ മീ. നിങ്ങൾ കേട്ടിരിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് വേണ്ടിയാ ഞാൻ ചോദിക്കുന്നത്. അതൊന്നല്ലെന്ന ആളത്വമൊന്നല്ലെന്ന്. ആ എന്ന് പറഞ്ഞാൽ ത്രിത്വത്തിലെ ആ ആളത്വത്തിന് പോലും വിഭജനമാണ്. അപ്പൊ യേശു എന്നുള്ളത് ത്രിയേക ദൈവത്വം അല്ലെ ആ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ടീച്ചിങ് ആണ് യൂണിറ്റേറിയനിസം. അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് കാര്യങ്ങൾ നോക്കാം. ഇതാണ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ പഴയ നിയമത്തിലെ പിതാവാം ദൈവം, ആ ആള് തന്നെയാണ് പിന്നീട് പുതിയ നിയമത്തിൽ ആരായിട്ട് വന്നത്. ഇതിന്റെ ഒരു സൈഡായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഇലാബറേറ്റഡ് ടീച്ചിങ് ആണിത്. സൺ ഈസ് എ ക്രിയേഷൻ എന്ന് പറയുമ്പോൾ ആ പിതാവ് തന്നെ പുത്രനായി വന്നു, വൺ ഓഫ് ദ ക്രിയേഷൻ. അപ്പൊ പിതാവ് തന്നെ താൻ ക്രിയേഷനായി വന്നു, അത് കഴിഞ്ഞ് ഒരു ഇംപേഴ്സണൽ പവർ ആയിട്ട് മാറി എന്നുള്ള വളരെ വേഗമായിട്ടുള്ള ഒരു ടീച്ചിങ് ആണ്. ഇപ്പോൾ പരിശുദ്ധാത്മാവ് മാത്രമേ ഉള്ളൂ, പിതാവും പുത്രനും ഇല്ല. യേശുവിന്റെ കാലത്ത് പിതാവും പരിശുദ്ധാത്മാവും ഇല്ല, ഒള്ളി ജീസസ്. അപ്പൊ ഒരു ദൈവമേ ഉള്ളൂ. ബട്ട് ദിസ് ഈസ് റോങ് ടീച്ചിങ്. ഓക്കെ, അതിന് ഈ വാക്യം നിങ്ങൾ നോക്കുക. ഇത് ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തോ എന്ന് ഞാൻ കൃത്യമായി ഓർക്കണില്ല. But okay, I will say in English too. So, Unitarianism, what they say is only oneness concept. എന്ന് പറഞ്ഞാൽ അവിടെ ത്രിയേകത്വം, ഏകത്വം മാത്രം. Only oneness is there. The diversity or the three persons within the Godhead is denied. Father, Son, and the Holy Spirit is no more. Father became the Son. Son became Holy Spirit. So there is only one God. But that is wrong. Look at this verse. ഈ വാക്യം നോക്കി. ആദിയിൽ വചനം. ഇനി നിങ്ങൾ എന്നോട് ഉത്തരം പറയണം കേട്ടോ. In the beginning was a word. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഈ വചനം ആരാണ്? ക്വിക്ക് ആൻസർ. പെട്ടെന്ന് ഉത്തരം പറയണം. ആരാണ് ഈ വചനം? പെട്ടെന്ന് പറ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം. And who is this word refers to? Jesus Christ. No. Vachanam. See, ഞാനത് ടൈപ്പ് ചെയ്തിട്ടില്ല. If you look into your Bible, 1:14 of John, 1:14 ഈ വചനം ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അത് വായിച്ചിട്ട് പറ, വചനം ആരാണെന്ന്. വചനം ദൈവമായിരുന്നു. വചനം ജഡമായി തീർന്നു. So who is that word refers to? വചനം ജഡമായിട്ട് തീർന്നു. അപ്പൊ വചനം ആരെയാ കുറിക്കണേ? Who is that word? Son. Specific ആയിട്ട് പറ. Who is son? Name it. Name him. Jesus Christ. Okay. അപ്പൊ ഇനി നമ്മൾ വായിക്കുമ്പോൾ how should we read? ആദിയിൽ യേശു ഉണ്ടായിരുന്നു. നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിന്റെ ഒരു പിന്നിലുള്ള ഒരു അവർ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരു തെറ്റ് അല്ലെങ്കിൽ അവരുടെ ഇന്റർപ്രിട്ടേഷൻ നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടി, just for the sake of understanding, just put Jesus Christ there. ആദിയിൽ ജീസസ് ക്രൈസ്റ്റ് ഉണ്ടായിരുന്നു. In the beginning was Jesus Christ. Now, and the word was with God. ഇനി നിങ്ങൾ എന്നോട് പറയേണ്ടത് രണ്ടാമത്തെ ഫ്രേസിൽ വചനം ദൈവത്തോട് കൂടെയായിരുന്നു. വചനം ആരാണ്? ദൈവം ആരാണ്? Plain understanding. Tell me. പറഞ്ഞു. ആരും പറയണില്ല. Come on, think and answer. വചനം യേശുക്രിസ്തു. ഓക്കെ, അപ്പൊ ദൈവം സ്പെസിഫിക് ആൻസർ പറ. ഫാദർ. വെരി ഗുഡ്. അപ്പൊ അങ്ങനെയാണ് ആദ്യം മുതൽ ഞാൻ വായിക്കാൻ പോവാം. ഇൻ ദ ബിഗിനിങ് വാസ് ജീസസ് ക്രൈസ്റ്റ്. ആദിയിൽ യേശു ഉണ്ടായിരുന്നു. യേശു
ഫാദറിന്റെ കൂടെ, പിതാവിന്റെ കൂടെ ആയിരുന്നു. അപ്പൊ യേശു പിതാവിന്റെ കൂടെ ആയിരുന്നു. അപ്പോ എയും ബിയും നിങ്ങൾ ഡിഫൈൻ ചെയ്തു. എ ഈസ് ഈക്വൽ ടു, വചനം ഈസ് ഈക്വൽ ടു വേർഡ്, ഓക്കെ, ജീസസ് ക്രൈസ്റ്റ്. ആൻഡ് ഗോഡ് ദെയർ ഇൻ സെക്കൻഡ് ബ്ലൂ ലെറ്ററിലെ ഗോഡ്, ബ്ലൂ ലെറ്ററിൽ കൊടുത്തിരിക്കുന്ന ഗോഡ് ദ ഫാദർ, യു ഡിഫൈൻ ലൈക്ക് ദാറ്റ്, കറക്റ്റ്? ടെൽ മീ, the identity of God in the green letter. And the word was God. A green letter like God, can you define? Okay, അതിന്റെ അപകടം എന്താ? നിങ്ങൾക്ക് എന്ത് അപകടം അതിനകത്ത് മനസ്സിലായി? What is the danger hidden there? നോക്കട്ടെ, ചിന്തിക്കുന്നവരുണ്ടോ നോക്കട്ടെ, പെട്ടെന്ന് പറയണം, ചിന്തിച്ചിട്ട് പറ. Come on. ഫാദർ വാസ് സൺ എന്ന് പറയും. ഫാദർ വാസ് സൺ എന്ന് പറയും. വേർഡിനെ നമ്മൾ ജീസസ് ആയിട്ട് എടുക്കും. ഫാദർ വാസ് സൺ എന്ന് പറയേണ്ടി വരും. ദാറ്റ്സ് എ ഡേഞ്ചർ ഇൻ ഇറ്റ്. സി, ഞാൻ ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കാം. In the beginning was Jesus Christ, and Jesus Christ was with Father God, and Jesus Christ was Father God. Oh, all the theology got wrong. എല്ലാം തെറ്റാവും, correct? So ഇത് ഗ്രീക്കിൽ, ആക്ച്വലി ഗ്രീക്ക് ഭാഷയിൽ നമുക്കറിയാം, ഒരു ആർട്ടിക്കിൾ ഇവിടെ ഉണ്ടെങ്കിൽ, in the beginning was the word, and the word was with God, and the word was the God എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞിരിക്കുന്ന ആ ദൈവം തന്നെയാണ് ഇതെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ then the theology went wrong, which means യേശുക്രിസ്തു തന്നെയാണ് പിതാവാൻ ദൈവം എന്ന് പറയേണ്ടി വരും. പക്ഷെ an article is not there in Greek, okay? പക്ഷെ ഇംഗ്ലീഷിലെ ആർട്ടിക്കിളും ദൈവത്തിന് ഗോഡ് എന്ന ആർട്ടിക്കിൾ എപ്പോഴും വരുത്തുന്നില്ല. ദ ഗോഡ്, എ ഗോഡ്, നോ. അതുകൊണ്ടാണ് യഹോവ സാക്ഷികൾ ഇത് തർജ്ജമ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ വേർഡ് വാസ് എ ഗോഡ്, വചനം ഒരു ദൈവമായിരുന്നു. So the identity of God in green letter, you know what? അത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, അത് ആർട്ടിക്കിൾ ഇല്ല അവിടെ ഇംഗ്ലീഷ്. ഞാൻ പരമാവധി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം. മലയാളം ബൈബിളിൽ ഇങ്ങനെ ഒരു തർജ്ജമയേ ഉള്ളൂ. ഈ ദൈവം എന്ന് പറയുന്നത് അത് സബ്സ്റ്റൻസ്, എസൻസിനെ കാണിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ആദിയിൽ യേശുക്രിസ്തു ഉണ്ടായിരുന്നു, യേശുക്രിസ്തു പിതാവാം ദൈവത്തോടു കൂടെ ആയിരുന്നു, യേശുക്രിസ്തു തന്നെ ദൈവമായിരുന്നു എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തു പിതാവാൻ ദൈവം എന്നുള്ളതല്ല. ആ ആർട്ടിക്കിൾ ഗ്രീക്കിൽ ഇല്ലാത്തിടത്തോളം കാലം ഇറ്റ് ഈസ് നോട്ട് ദെയർ. സോ യു കനോട്ട് ആർഗ്യൂ ഗ്രീൻ ലെറ്ററിൽ കൊടുത്തിരിക്കുന്ന ആ ദൈവം എന്നുള്ള വാക്ക് ഈസ് ഈക്വൽ ടു ബ്ലൂ ലെറ്റർ ദാറ്റ് ഈസ് ദെയർ ഗോഡ്. അതൊരിക്കലും സിമിലർ അല്ല. അത് നമ്മുടെ ആർഗ്യുമെന്റിന് വേണ്ടി പറയാനാണോ? നോ നോ നോ, ഇറ്റ് ഈസ് ലിംഗ്വിസ്റ്റിക്. അത് ഗ്രീക്ക് ഭാഷയിൽ അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ തർജ്ജമ ചെയ്യണേ? മലയാളത്തിൽ അത് ഓക്കെയാണ്, പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാ? ഞാനൊരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഐ വിൽ സേ ദാറ്റ്. In the beginning was the word, and the word was with God, and the word was divine. Okay, അനേക ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ you can check with the various translation. Some of them have translated the word was divine. Why? ആ ഐഡന്റിറ്റി, അല്ലെങ്കിൽ അത് യൂണിറ്റേറിയനിസം ആകും. അത് തെറ്റാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. യൂണിറ്റേറിയനിസം അങ്ങനെ പഠിപ്പിക്കുന്നവർ ഈ വാക്യത്തെ എടുത്ത് ഇങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്. സോ ദാറ്റ് ഈസ് അൾട്ടിമേറ്റ്ലി റോങ്. ഇവിടെ നമ്മൾ ത്രിത്വത്തെ ചലഞ്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഓക്കെ, ഓൾറൈറ്റ്. എന്താണ് ഇവിടുത്തെ ചലഞ്ച്? ഡോക്ട്രിൻ ഓഫ് ട്രിനിറ്റി ആൻഡ് ഡീറ്റി ഓഫ് ക്രൈസ്റ്റ്. ഡോക്ട്രിൻ ഓഫ് ട്രിനിറ്റി അത് തെറ്റാണെന്ന് പറയേണ്ടി വരും. അതാണ് യൂണിറ്റേറിയനിസത്തിന്റെ പ്രശ്നം. പിന്നെ ഡീറ്റി ഓഫ് ക്രൈസ്റ്റ്, യേശു ദൈവമേ അല്ല എന്നാണ് അവര് പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ഇനി നമ്മൾ ഇന്നത്തെ പ്രധാന കാര്യത്തിലേക്ക് വരികയാണ്. റോങ് ടീച്ചിങ് അഗെയിൻസ്റ്റ് ഡീറ്റി ഓഫ് ക്രൈസ്റ്റ്. ഇന്ന് 3 ഘട്ടങ്ങളായിട്ട്, 3 കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഇന്ന് ഇത് പഠിക്കുന്നത്. ഒന്നാമത്തത് റോങ് ടീച്ചിങ് അഗെയിൻസ്റ്റ് ദ ഡീറ്റി ഓഫ് ക്രൈസ്റ്റ്, എബിയോണിസം. ഓക്കെ, എബിയോണിസം. നിങ്ങളിത് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എബിയോണിസം, റോങ് ടീച്ചിങ് അഗെയിൻസ്റ്റ് ഡീറ്റി ഓഫ് ക്രൈസ്റ്റ്. നമ്പർ 1, എബിയോണിസം എമേർജ്ഡ്. 2ാമത്തെ സെഞ്ചുറിയിലാണ് ഇത് ആരംഭിച്ചത്. AD 2nd century എന്ന് പറഞ്ഞാൽ ചർച്ച് തുടങ്ങിയ, സഭ കൂടിയവരും ആരംഭിച്ച ആ നാള് മുതൽ. പിന്നെ ഇതിനകത്തിലെ ഒരു വിശേഷകരമായ കാര്യം, ഈ റോങ് ടീച്ചിങ് ഒന്നും പുറത്തെ ആളുകളൊന്നും അല്ല പഠിപ്പിച്ചത്. ഇറ്റ് ഈസ് ടോട്ട് ബൈ ക്രിസ്ത്യൻസ് ദംസെൽസ്.
അപ്പൊ എന്തുകൊണ്ടാണ് മനഃപൂർവ്വമായിട്ട് അങ്ങ് തെറ്റ് പഠിപ്പിച്ചതാണോ? നോ നോ നോ. അവര് പഠിപ്പിച്ചത് ഒരു പക്ഷേ എന്താ ഒരു കാര്യത്തിന്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, തിയോളജി ഷുഡ് ബി ബാലൻസ്ഡ്. ഒരു കാര്യത്തെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഐ വിൽ മേക്ക് യു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, എബിയോണിസം എന്നുള്ള ഈ ടീച്ചിങ് പഠിപ്പിക്കുന്ന എന്താണെന്നറിയാമോ? ജീസസ് വാസ് എ നാച്ചുറൽ ചൈൽഡ് ഓഫ് ജോസഫ് ആൻഡ് മേരി എന്ന് പറഞ്ഞാൽ യോസേഫിന്റെയും മറിയയുടെയും സ്വാഭാവിക മകനായിരുന്നു ആര്? യേശു. ആർക്ക് പറയാം ഇങ്ങനെ പഠിപ്പിച്ചാൽ എന്താണ് നഷ്ടമാകുന്നത്? ഇവിടെ എന്തൊക്കെ പോരായ്മ യേശുവിനുണ്ടാകും? ക്വിക്ക് ആൻസർ ആർക്ക് പറയാം പെട്ടെന്ന്? ഒന്നുകൂടെ പറയാമോ? ഒരു സിൻഫുൾ നേച്ചറിലാണ് ബർത്ത് എടുക്കുന്നത്. സിൻഫുൾ നേച്ചറിൽ ബർത്ത് ഉണ്ടാവും. വെരി ഗുഡ്. മറ്റാരോ ഉത്തരം പറയാനായിട്ട് ശ്രമിച്ചിരുന്നു. നമുക്ക് രക്ഷ നൽകാൻ ഉള്ള. യെസ് എന്ന് പറഞ്ഞാൽ പാപിയായിട്ടിരിക്കുന്ന ഒരാൾക്ക് രക്ഷ തരാൻ പറ്റില്ല. ആൻഡ് അത് മാത്രം പാപിക്ക്, കാരണം യേശു പാപ നേച്ചറിൽ വരുന്നു, സകല മനുഷ്യർക്ക് വേണ്ടി രക്ഷയൊരുക്കാൻ യേശുവിന് കഴിയത്തില്ല. അപ്പോ അങ്ങനെ 101 റീസൺസ് നമുക്ക് ഇതിന് പറയാനായിട്ടുണ്ട് ഇഫ് ഹി വാസ് ഓൺലി നാച്ചുറൽ ചൈൽഡ്. ഇനി ഇവര് പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഇത് ശ്രദ്ധിച്ചോണം. ബാപ്റ്റിസത്തിന്റെ സമയത്ത് എന്തു പറ്റി? യേശു എന്നുള്ള മനുഷ്യനിലേക്ക് ക്രിസ്തു അല്ലെങ്കിൽ ദ സ്പിരിറ്റ്, ഓക്കെ, അവര് രണ്ട് രീതിയിലും പറയുന്നുണ്ട്. ക്രിസ്തു മിശിഹ എന്നുള്ള വ്യക്തി എന്ത് ചെയ്തു? ബാപ്റ്റിസത്തിന്റെ സമയത്ത് വന്നു. എന്നിട്ടോ ക്രൂസിഫിക്ഷന്റെ സമയത്ത്, ക്രൂശിക്കപ്പെടുന്നതിന്റെ മരിക്കുന്നതിന് മുമ്പ് പോയി. ഇവര് എന്താണ് ഇതിൽ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചതെന്ന് അറിയാമോ? ക്യാൻ എനിബഡി സെൻസ് ഇറ്റ്? എന്ത് പ്രൊട്ടക്ട് ചെയ്യാനാണ് ഇവർ ശ്രമിച്ചത്? ബാപ്റ്റിസത്തിന്റെ സമയത്ത് വന്നു, ക്രൂസിഫിക്ഷന്റെ സമയത്ത് പോയി. സോ ദേ ആർ ട്രൈങ് ടു പ്രൊട്ടക്ട് സംതിങ്. വാട്ട്? അതുകൊണ്ടാണ് ഈ റോങ് ടീച്ചിങ് വന്നത്. എന്ത് പ്രൊട്ടക്ട് ചെയ്യാനാണ് അവർ ശ്രമിച്ചത് എന്ന് പറയാമോ? മരണമില്ല എന്നുള്ള കാര്യം. യെസ്, വെരി ഗുഡ്, യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. ദൈവത്തിന് മരണമില്ല. അപ്പൊ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവരേണ്ട കാര്യമില്ല. വൈ? ദൈവത്തിന് മരണമില്ല, യെസ്, ബട്ട് ഗോഡ് മാൻ ക്യാൻ ഡൈ. യേശു മരിക്കുവാൻ വേണ്ടിയാണ് ജഡശരീരം എടുത്തത്. ആ ബോഡി മരണത്തിന് വിധേയം. പക്ഷെ അതിൽ ദൈവമില്ലേ അങ്കിളെ? യാ, ദൈവമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ടു നേച്ചേഴ്സ് ഇൻസെപ്പറബിളി യുണൈറ്റഡ്. ഇത് ടുവേർഡ് എൻഡ് അത് കുറച്ചുകൂടെ മറ്റൊരു റോങ് ടീച്ചിങ് പറയുമ്പോൾ ഇത് കുറച്ചുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു ഫോർ ആൻസറിങ് വെരി വെൽ ആൻഡ് തിങ്കിങ് വെരി ഗുഡ്. എബിയോണിസം എന്തൊക്കെ ചലഞ്ചസ്? ഡീറ്റി ഓഫ് ക്രൈസ്റ്റ്, യേശു ദൈവമല്ല എന്ന് പറയാം. കാരണം നാച്ചുറൽ സണ്ണാണ്. പിന്നെ ദൈവമാണെന്ന് അവർ പറയുന്നെങ്കിൽ തന്നെ ആ 3 വർഷത്തെ ഗ്യാപ്പ് മാത്രം ദൈവമായി. ഹി കനോട്ട് റിലേറ്റ് ടു അസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ യേശുവിന്റെ നിസ്തുല്യതയെ കുറിച്ച് പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കാറ്റിൽ പറത്തേണ്ടി വരും. നൺ ഓഫ് ദം ബിക്കം ട്രൂ. അപ്പോ പിന്നെ യൂണിറ്റി ഓഫ് ക്രൈസ്റ്റ്, ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ, അതൊക്കെ നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. സോ ദിസ് ഈസ് എ ചലഞ്ച് ഓൺ എബിയോണിസം. ഇനി റോങ് ടീച്ചിങ് അഗെയിൻസ്റ്റ് ഡീറ്റി ഓഫ് ക്രൈസ്റ്റ്. രണ്ടാമത് ഏരിയനിസം. ഓക്കെ, ഇത് ഒത്തിരി ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു ടീച്ചിങ് ആണ് ഏരിയനിസം. ചർച്ച് ഹിസ്റ്ററിയിൽ ഇതിനെക്കുറിച്ച് വായിക്കാനായിട്ട് സാധിക്കും. ഇത് സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾ നോക്കിക്കേ, ബൈ ആൻ എൽഡർ ഫ്രം ദ ചർച്ച്. അലക്സാണ്ട്രിയൻ ചർച്ചിലെ ഒരു എൽഡർ ആണ് ഈ റോങ് ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്തത്. അത് മനഃപൂർവ്വമായിട്ട് ഒരു പക്ഷേ ആള് എന്ത് ചെയ്തതല്ല, ഇത് ഇങ്ങനെ ഒരു റോങ് ടീച്ചിങ് പഠിപ്പിച്ചേക്കാം. നോ നോ നോ. ഒരു പക്ഷെ അതിന് നല്ല വശത്തോടെ അല്ലെങ്കിൽ നല്ല ഒരു തിങ്കിങ്ങിൽ പഠിപ്പിച്ചു തുടങ്ങിയതാണ്. പക്ഷെ അത് പിന്നീട് തെറ്റായിട്ട് മാറിയത്. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻ. ഇത് 4ാമത്തെ സെഞ്ചുറിയിലാണ് ഈ റോങ് ടീച്ചിങ് വന്നത്, ഏരിയനിസം. ഇദ്ദേഹം പഠിപ്പിച്ച എന്താണെന്നറിയാമോ? ജീസസ് ഈസ് നോട്ട് ജസ്റ്റ് എ മാൻ, ബട്ട് ഹി ഈസ് നോട്ട് ഗോഡ് ഓൾസോ. അപ്പൊ മുമ്പുള്ള അതിനുള്ള ഉത്തരം കൊടുക്കുന്ന രീതിയിലും കൂടെ ആള് പറഞ്ഞത്. നാച്ചുറൽ സൺ അല്ല, അവനൊരു സാധാരണ മനുഷ്യനല്ല, പക്ഷെ 100% ദൈവവുമല്ല. അപ്പൊ ഇവിടെ ആള് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ച എന്താ? സിൻലെസ്നെസ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ മരിക്കാൻ പറ്റില്ലല്ലോ ദൈവത്തിന്.
അപ്പൊ അതുകൂടെ മെയിൻറ്റെയിൻ ചെയ്ത് ഒന്ന് പോളിഷ് ചെയ്ത് പുള്ളി ഒരു പുതിയ ടീച്ചിങ് കൊണ്ടുവരാൻ ശ്രമിച്ചതാണ്. ഓക്കെ, സോ ലെറ്റ് സീ വാട്ട് എൽസ്. അദ്ദേഹം പഠിപ്പിച്ച് മുമ്പോട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രിസപ്റ്റ്സ് പഠിപ്പിലുള്ള ചില കാര്യങ്ങളാണ്. യേശുവിന് ഒരു തുടക്കമുണ്ടായിരുന്നു. സൺ ഹാഡ് എ ബിഗിനിങ് എന്ന് പറഞ്ഞാൽ there was a time when sun did not exist. യേശു എന്ന് പറയുന്ന ആ വ്യക്തി, ആള് ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വാട്ട് ഡു യു സേ അബൌട്ട് ഇറ്റ്? നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനെ കുറിച്ച്? പറയാം. ഇത്രയും നേരം ആക്റ്റീവ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നവരൊക്കെ ദമ്മ് പെട്ടെന്ന് പോയെന്ന് തോന്നുന്നു. കമോൺ കമോൺ, ഞാൻ നിങ്ങളുടെ അഭിപ്രായമാണ് ചോദിച്ചത്. നോട്ട് ദ റൈറ്റ് ആൻസർ ഓർ റോങ്. ജസ്റ്റ് ഗിവ് മീ വാട്ട് യു തിങ്ക് അബൌട്ട് ഇറ്റ്, ദാറ്റ് സ്റ്റേറ്റ്മെന്റ്. യേശുവിന് ഒരു തുടക്കം ഉണ്ടായിരുന്നു. യെസ് ഓർ നോ? എല്ലാരും എക്സിറ്റ് ആയി പോയാ? കമോൺ, സേ ഇറ്റ്. സമയം പോകുന്നു. യേശുവിനൊരു തുടക്കമുണ്ടായിരുന്നോ? അങ്ങനെയാണ് നിങ്ങൾ ഏരിയസ് പറയുന്നത് യെസ് അങ്കിൾ എന്ന് പറയേണ്ടി വരും. യെസ് ഓർ നോ? കമോൺ. നോ. പക്ഷെ യേശുവിനൊരു തുടക്കം ഇല്ലായിരുന്നു. അപ്പൊ അത് നമ്മൾ എങ്ങനെയാന്ന് ഉണ്ടായിരുന്നു അല്ലേ? ഇല്ലായിരുന്നു. ശരിക്കും അപ്പൊ യേശുവിനൊരു തുടക്കം ഇല്ലേ? മറിയയിലൂടെ വന്നപ്പോ ഒരു തുടക്കമില്ലായിരുന്നു. അപ്പൊ അതിനെന്ത് ഉത്തരം പറയണേ? അതൊരു മാൻ ഫോം ആയിട്ട് വരുന്ന ഒരു ബിഗിനിങ്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ മനുഷ്യത്വത്തിന് ഒരു ആരംഭം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. ദർ ഇസ് നത്തിങ് റോങ്. യേശുക്രിസ്തു മനുഷ്യ സ്വഭാവം അല്ലെങ്കിൽ നമ്മെ പോലെ പാപമൊഴികെ ഒരു ജഡശരീരം എടുത്തത് മറിയയിലൂടെ മാത്രമാണ്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്, ഏഞ്ചൽ ഓഫ് ദ ലോർഡിനോടുള്ള ബന്ധത്തിൽ. നിങ്ങൾ അതിന് ഉത്തരം പറഞ്ഞതുമാണ്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു പഴയ നിയമത്തിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട്. എങ്ങനെ? ശരീരം എടുത്തുകൊണ്ട്. ദാറ്റ് ബോഡി ആൻഡ് ദ ബോഡി ദാറ്റ് ഹി ടുക്ക് ത്രൂ വെർജിൻ ബർത്ത് ഈസ് ഡിഫറെന്റ്, എൻറ്റയർലി ഡിഫറെന്റ്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ടെമ്പററി എന്ന് പറഞ്ഞാൽ നമ്മളുമായിട്ടൊരു റിലേറ്റഡ് ആകാത്ത ഒരു ബോഡിയാണ്. പക്ഷെ ആ ബോഡിയിലും കഴിക്കാനും ഒക്കെ സാധിച്ചേക്കും. ബട്ട് ദാറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. പക്ഷെ യേശുവിന്റെ മനുഷ്യത്വത്തിന് ഒരു ബിഗിനിങ് ഉണ്ട്. പക്ഷെ സൺ ഹാഡ് എ ബിഗിനിങ് എന്ന് പറയുമ്പോൾ തെറ്റാണ്. യേശു എന്നുള്ള വ്യക്തിക്ക് ഒരിക്കലും ഒരു തുടക്കമില്ല. ഗോഡ് ഡസ് നോട്ട് ഹാവ് എ ബിഗിനിങ് ആൻഡ് ഹി ഡസ് നോട്ട് ഹാവ് ആൻ എൻഡ്. അപ്പൊ ഇതിന്റെ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു ആപത്ത് നമ്മൾ മനസ്സിലാക്കണം. ഏരിയനിസം. ഓക്കെ, ഏരിയനിസം ഈ ടീച്ചിങ് തെറ്റാണെന്ന് അത് നന്നാക്കി വിപുലമാക്കി വിശദീകരിച്ചു കൊടുത്ത ആളാണ് അത്തനേഷ്യസ്. ഹി ഈസ് ഓൾസോ അനദർ പേഴ്സൺ ഫ്രം അലക്സാൻഡ്രിയ. അലക്സാൻഡ്രിയ എന്ന് പറയുന്നത് ഈജിപ്തിലെ സ്ഥലമാണ് അലക്സാൻഡ്രിയ. കൗൺസിൽ ഓഫ് നൈസിയ, നൈസിയൻ ക്രീഡ് എന്ന് പറയും. അന്നത്തെ ഒരു കൗൺസിൽ കൂടിയിട്ട് ഈ പ്രോബ്ലത്തെ ഡീൽ ചെയ്തു. അപ്പൊ ഇതിന്റെ പരിണിത ഫലമായിട്ട് വന്ന കാര്യങ്ങളാണ് ഈ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ യഥാർത്ഥ. അല്ലെങ്കിൽ നമ്മളും ഈ തെറ്റായ പഠിപ്പിലൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ടാകുമായിരുന്നു. ഞാൻ നിങ്ങളെ പുതിയൊരു വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇറ്റ്സ് എ ലാറ്റിൻ വേർഡ്. ഓക്കെ, ഇറ്റ്സ് എ ഗ്രീക്ക് വേർഡ്, ഹോമോഊസിയോൺ. ഓക്കെ, എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഈ ആൾ ഏരിയനിസം കൊണ്ടുവന്ന ഒരു വാക്കാണ് ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് ഈസ് നോട്ട് മിയർലി ലൈക്ക് ദ ഫാദർ ബട്ട് ഈസ് ഓഫ് ഐഡന്റിക്കൽ സബ്സ്റ്റൻസ്. എന്ന് പറഞ്ഞാൽ പിതാവിനെ പോലെയുള്ള ഒരാള്, പോലെയല്ല, ഓൾമോസ്റ്റ് ലൈക്ക്, സിമിലർ, നോ സെയിം സബ്സ്റ്റൻസ്. പിതാവാം ദൈവത്തിന് എന്തെല്ലാം ദൈവിക ഗുണങ്ങളുണ്ടോ അതെല്ലാം യേശുക്രിസ്തുവിലുണ്ട്. ഓൾറൈറ്റ്. പക്ഷെ ഇവര് പറയുന്നത് ഹോമോ ഊസിയോൺ എന്ന് പറഞ്ഞാൽ ലൈക്ക് ദി അതർ പേഴ്സൺ, ലൈക്ക് ദി അതർ കൗണ്ടർ പാർട്ട് എന്നുള്ള ആശയം. എന്ന് പറഞ്ഞാൽ അതേപോലെ എന്നുള്ള കാര്യമാണ് ഏരിയനിസം പ്രൊമോട്ട് ചെയ്തത്. ദാറ്റ് ഈസ് എൻറ്റയർലി റോങ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, ബിയോണിസം, ഏരിയനിസം, ഇത് രണ്ടും ടീച്ചിങ് അഗെയിൻസ്റ്റ് ഡീറ്റി ഓഫ് ക്രൈസ്റ്റ്, യേശുവിന്റെ ദൈവത്വത്തിനെതിരായിട്ടുള്ള പഠിപ്പിക്കലാണ്. സോ വാട്ട് ഈസ് ദ ചലഞ്ച് ഹിയർ? വാട്ട് ഈസ് ചലഞ്ച്ഡ് ഹിയർ? ഡീറ്റി ഓഫ് ക്രൈസ്റ്റ്, ഇറ്റേണാലിറ്റി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ
യേശുവിന്റെ നിത്യതയ്ക്കുള്ള ഒരു ചോദ്യമാണ് ഈ രണ്ട് റോങ് ടീച്ചിങ്. രണ്ടാമത്തെ മേജർ ഡിവിഷൻ റോങ് ടീച്ചിങ് അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി ഓഫ് ക്രൈസ്റ്റ്. കണ്ടോ, ഇത് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള പോരായ്മകളാണ്. ഡിറ്റിയെ മാത്രം സ്ട്രെസ് ചെയ്തപ്പോൾ ഒരു റോങ് ടീച്ചിങ്, ഹ്യൂമാനിറ്റിയെ മാത്രം സ്ട്രെസ് ചെയ്തപ്പോൾ ഒരു റോങ് ടീച്ചിങ്. സോ ഇറ്റ് ഈസ് ബിക്കോസ് ദേ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഹൈപ്പോസ്റ്റാറ്റിക് thoroughly. ഡൊസറ്റിസിസം ഇത് ഓർത്തിരിക്കാൻ ഒരു വാക്ക് ഡോക്കിയോ. ഓക്കെ, ഡോക്കിയോ എന്ന് പറഞ്ഞാൽ അപ്പിയർ എന്നാണ് അർത്ഥം. ഡോക്കിയോ ഗ്രീക്ക്. ഓക്കെ, അപ്പൊ ഡോക്കിയോ എന്ന് പറഞ്ഞാൽ എന്താ? ക്രൈസ്റ്റ് ഡിഡ് നോട്ട് ഹാവ് എ ജെന്യുവിൻ ഹ്യൂമാനിറ്റി. യേശു അപ്പിയർ ചെയ്തു. ആരെ പോലെ? മനുഷ്യനെ പോലെ. ശരിക്കും യേശു മനുഷ്യനാണോ? അല്ല, മനുഷ്യനെ പോലെ തോന്നും. സോ വാട്ട് ഈസ് ഇതിൽ നിങ്ങൾ കാണുന്ന തെറ്റെന്താ? പറഞ്ഞു. ഇതിൽ നിങ്ങൾ കാണുന്ന ഒളിഞ്ഞിരിക്കുന്ന പോരായ്മ എന്താണ്? ജീസസ് 100% മാൻ അല്ലെന്ന് വരും. യെസ്, ജീസസ് 100% മാൻ അല്ലെന്ന് പറയും. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആസ് ദാറ്റ്. ജെന്യുവിൻ ഹ്യൂമാനിറ്റി അല്ലാത്തടത്തോളം കാലം യേശു 100% എന്ന് എഴുതാൻ പറ്റില്ല. മേ ബി ലൈക്ക് 99.9 വരെ ഇടാം. ആ 0.1 ഇല്ലെങ്കിൽ then your entire theology go wrong. So Doceticism പറയുന്നത്, he appeared to be human. See, he appeared to be human but not as really human. ഇതാണ് അവരുടെ പ്രധാന പഠിപ്പിക്കൽ. പക്ഷെ നമുക്ക് വ്യക്തമായ ഒത്തിരി വാക്യങ്ങളുണ്ട്. ഒരു വാക്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലോട്ട് ഞാൻ കൊണ്ടുവരികയാണ്. 1 John 1:1. ഞങ്ങൾ കണ്ടത്, ഫ്രം ദ ബിഗിനിങ്, ആദ്യം മുതൽ ഞങ്ങൾ കേട്ടതും ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഞങ്ങൾ കണ്ടതും ഞങ്ങൾ തൊട്ടത് മീൻസ് വെൽ ദാറ്റ് ഷോസ് ദ ജെന്യുവിനിറ്റി. ഇപ്പോ റിയൽ ഹ്യൂമൻ കർത്താവ് പലപ്പോഴും ഭക്ഷിച്ചു, തളർന്നു. നമ്മൾ ആ ഹ്യൂമാനിറ്റി നമ്മൾ പഠിച്ചപ്പോൾ അത് പഠിച്ച, ഞാൻ ആവർത്തിക്കുന്നില്ല. ഹി വാസ് ടയേർഡ് ആൻഡ് ഹി ഗോട്ട് തേഴ്സ്റ്റി, ഹി വാസ് ഹംഗ്രി, അല്ലെ? അതൊന്നും ഒരു മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എന്റെ ഹ്യൂമാനിറ്റി റിയൽ ആകട്ടോ, അല്ല, ദാറ്റ് വാസ് റിയൽ ആക്ച്വലി. അതുകൊണ്ടാണ് മറിയയിലൂടെ ജഡശരീരം എടുത്തു വന്നത്. സോ ഡൊസറ്റിസിസം പറയുന്നത് he just appeared to be human, that's all. Okay, now what is the challenge? What is challenged here? As you said, humanity of Christ, hypostatic union. അപ്പൊ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്നുള്ള ആ ഉപദേശം ശരിയായ നിലയിൽ മനസ്സിലാക്കാത്തടത്തോളം കാലം either deity or humanity is in trouble. അപ്പൊ അത് ബാലൻസ് ചെയ്ത് വേണം എപ്പോഴും പഠിക്കാൻ. ഓക്കെ, now next, wrong teaching against humanity of Christലെ രണ്ടാമത്തെ കാര്യം അപ്പൊല്ലിനാരിയനിസം. വായിക്കുമ്പോ തന്നെ ഒരു ഇത്തിരി എന്തോ പോലെയൊക്കെ ഇരിക്കുന്നു, അല്ലെ? അപ്പൊല്ലിനാരിയനിസം. എന്താണ് അപ്പൊല്ലിനാരിയനിസം? ഇത് സ്റ്റാർട്ട് ചെയ്ത ആളുടെ വാക്ക് വെച്ചാണ് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പൊ ഞാനൊരു റോങ് ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്ത ധർമ്മരാജിസം എന്നോ അങ്ങനെ വല്ല ഒരു പുതിയ ടീച്ചിങ് വന്നു. ഇത് അപ്പൊല്ലിനാരിസ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ബിഷപ്പ് ഓഫ് ലവോഡീഷ്യ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൊന്നും അല്ല ഇങ്ങനെയുള്ള റോങ് ടീച്ചിങ് കൊണ്ടുവന്നത്. ദേവർ ഐദർ എൽഡേഴ്സ് ഓർ ബിഷപ്പ്, അങ്ങനെയൊക്കെയുള്ള ആളുകളാണ്. സോ അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിശാജ് ആരെ ഉപയോഗിച്ച് ഇവര് തെറ്റ് പഠിപ്പിച്ചാലുള്ള പ്രശ്നം എന്താണെന്നറിയാം? ദി എൻറ്റയർ കമ്മ്യൂണിറ്റി ഗോ വിത്ത് ദം, റൈറ്റ്? നേതാവ് തെറ്റ് പഠിപ്പിക്കുമ്പോൾ കേൾക്കുന്നവരൊക്കെ പിന്നാലെ തെറ്റ് തന്നെ പഠിക്കും. നിങ്ങൾ കേട്ടിട്ടില്ലേ? ആശാൻ അക്ഷരം 1 പിഴച്ചാൽ 58 52 51 പിഴയ്ക്കും ശിഷ്യന്. ആശാന് തെറ്റിപ്പോയാൽ ശിഷ്യന്മാർക്ക് മൊത്തം തെറ്റും. സോ ദാറ്റ് ഇസ് എ ഡിഫിക്കൽറ്റി, അതാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. അപ്പൊല്ലിനാരിയനിസം എന്ന് പറയുന്ന റോങ് ടീച്ചിങ് വന്നത് ഒരാളുടെ ടീച്ചിങ് ആണ്. ആൻഡ് ലേറ്റർ ഇറ്റ് ബിക്കെയിം എ റോങ് ടീച്ചിങ് ആൻഡ് ഇൻഫ്ലുവൻസ് സോ മെനി പീപ്പിൾ. ഇത് നിങ്ങൾ നോക്കിയ 362 AD വന്ന റോങ് ടീച്ചിങ് ആണ്. ഇനി എന്താണ് ഇത് പഠിപ്പിക്കണേ? ഇദ്ദേഹം പഠിപ്പിച്ചത് യേശുവിന് ഒരു മനുഷ്യ ശരീരം ഉണ്ടായിരുന്നു, മനുഷ്യ ദേഹി ഉണ്ടായിരുന്നു, പക്ഷെ മനുഷ്യ ആത്മാവില്ലായിരുന്നു. വാട്ട് ഈസ് യുവർ കമന്റ് ഓൺ ഇറ്റ്? പറ, ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ യെസ് ഓർ നോ പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കുറ്റമൊന്നും പറയുന്നില്ല. ഡോണ്ട് വറി. അയ്യോ നിങ്ങൾ റോങ് ടീച്ചിങ് പറഞ്ഞു എന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ ചിന്തിക്കണം. നമ്മള് അല്ലെ,
നമ്മള് വിശ്വാസിയാന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് ഇതിനെക്കുറിച്ചൊരു ധാരണയില്ലെങ്കിൽ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വണ്ടടിച്ചിരിക്കാൻ പാടില്ല. വാട്ട് യു തിങ്ക് അബൌട്ട് ഇറ്റ്? യേശുവിന് ഹ്യൂമൻ സ്പിരിറ്റ് ഇല്ലായിരുന്നു. ഹ്യൂമൻ സ്പിരിറ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ പ്രോബ്ലം എന്ന് ചിന്തിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. സിമ്പിൾ ആസ് ദാറ്റ്. കം ഓൺ. ആരും പറയണില്ലല്ലോ. കം ഓൺ, കം ഓൺ. ഹ്യൂമൻ സ്പിരിറ്റ് ഉണ്ട്. ഉണ്ട്. വൈ? ഗിവ് മീ വൺ റീസൺ. എന്തുകൊണ്ട് യേശുവിന് തീർച്ചയായിട്ടും ഹ്യൂമൻ സ്പിരിറ്റ് ഉണ്ട്? മനുഷ്യരെ പോലെ വിശക്കുകയും ദാഹിക്കുകയും എന്ന് പറഞ്ഞാൽ യേശുവിന് ഹ്യൂമൻ സ്പിരിറ്റ് അല്ലെങ്കിൽ യേശു മനുഷ്യനല്ല. ദാറ്റ്സ് ഇറ്റ്. സിമ്പിൾ ആസ് ദാറ്റ്. റൈറ്റ്? താങ്ക് യു ഫോർ ആൻസറിങ്. ഇപ്പൊ എനിക്ക് മനുഷ്യാത്മാവില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹ്യൂമൻ അല്ല. ഞാൻ പിന്നെ എന്ത്? എന്റെ ഐഡന്റിറ്റി ഇല്ല. ഐ ഡോണ്ട് ഹാവ് ഐഡന്റിറ്റി. അപ്പൊ ഇത് ഭയങ്കര ഡേഞ്ചറാണ്. യേശുവിന് ഹ്യൂമൻ സ്പിരിറ്റ് ഇല്ലെന്ന് പറയുമ്പോൾ ഭയങ്കര ഡേഞ്ചറാണ്. സി, അപ്പോളോനാരിസ് എന്താ ചെയ്തേ? റെഡ്യൂസ്ഡ് ഹ്യൂമൻ നേച്ചർ ഓഫ് ക്രൈസ്റ്റ്. സംതിങ് ലെസ് ദാൻ ഹ്യൂമൻ. സംതിങ് വാട്ട് എവർ ലെസ് ദാൻ ഹ്യൂമൻ ഈസ് നോട്ട് ഹ്യൂമൻ. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എനിത്തിങ് ലെസ് ദാൻ ഹ്യൂമൻ ഈസ് നോട്ട് ഹ്യൂമൻ. അപ്പൊ യേശുവിന് ഹ്യൂമൻ നേച്ചർ ഇല്ല എന്നാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന പഠിപ്പിക്കുക. ഇദ്ദേഹം അപ്പോളിനാരിസ് ബിലീവ്ഡ് the spirit of man was a seat of sin. Okay, രണ്ട് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, ശബ്ദം അവിടെ നിന്ന് കേറുന്നുണ്ട്. ഓക്കെ, സ്പിരിറ്റ് ഓഫ് മാൻ വാസ് എ സീറ്റ് ഓഫ് സിൻ. അപ്പൊ ഇദ്ദേഹം ശരിക്കും ഒരു റോങ് ടീച്ചിങ് പഠിപ്പിക്കണം എന്നുള്ള ആശയത്തിൽ പഠിപ്പിച്ചതല്ല. മനുഷ്യാത്മാവ് ഈ ഗ്രീക്ക് കൺസെപ്റ്റും അത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ യേശുവിന്റെ കാലഘട്ടത്തിൽ തന്നെ, അല്ലെ ബൈബിളിലും അതിനോടുള്ള ഹൃദയം എല്ലാത്തിന്റെയും ദുഷ്ടത ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ഹൃദയം. അപ്പോ അതുപോലെ തന്നെ ആത്മാവ്, മനുഷ്യന്റെ ആത്മാവാണ് പാപപങ്കിലമായത്. അപ്പോൾ ഇദ്ദേഹം എന്തിനു വേണ്ടിയാ ശ്രമിച്ചത്? Can you give me an answer? For what did he try actually, Apollinaris? ദൈവത്തിൽ പാപമില്ലെന്ന്. യെസ്, യേശു 1% പോലും പാപം അവനിൽ ആട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ അതിനുള്ള ഒരു റീസൺ ആള് കണ്ടെത്തിയത് ഹ്യൂമൻ സ്പിരിറ്റ് ഇല്ലായിരുന്നു. സോ ഹീസ് ഡിവൈൻ, കംപ്ലീറ്റ്ലി ഡിവൈൻ. പക്ഷെ ഹ്യൂമൻ നേച്ചർ മാത്രമേ ഉള്ളൂ. കേൾക്കുമ്പോ സുഖകരമായിട്ടൊക്കെ തോന്നും. ഓക്കെയാ, ഇത് എളുപ്പം, ഉത്തരം കൊടുക്കാൻ എളുപ്പമാണല്ലോ. ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ തലമണ്ടേ കയറാത്ത കാര്യം, ഇത് എളുപ്പമാണല്ലോ. നോ 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 നോ, ദിസ് ഈസ് 100% റോങ്. ഇതൊരിക്കലും. കാരണം യേശുവിനെ പാപരഹിതനാക്കാൻ വേണ്ടി അവന്റെ ആത്മാവിനെ എടുത്ത് മാറ്റിയിട്ടല്ല ടീച്ചിങ് പഠിപ്പിക്കേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് റോങ്. സോ therefore to remove any possibility of sin, യേശുവിൽ എന്തെങ്കിലും പാപത്തിന്റെ സാധ്യത ഇല്ലാതിരിക്കാൻ വേണ്ടി ആത്മാവിനെ എടുത്ത് മാറ്റി. ഇത് നമുക്കൊരു ഉത്തരം തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും. കാരണം ആദമിനെ ദൈവം ആദ്യം ഹ്യൂമൻ സ്പിരിറ്റ് അവന്റെ ഹ്യൂമൻ സ്പിരിറ്റ് ഉണ്ടായിരുന്നു. ദൈവം ഊതി അവൻ ജീവനുള്ള ദേഹിയായിട്ട് തീർന്നു എന്ന ബൈബിളിൽ എഴുതിയിരിക്കണം. അപ്പോൾ അവനിൽ പാപമില്ലായിരുന്നു. റൈറ്റ്? പാപം പിന്നീട് അവൻ വരുത്തി വെച്ചതാണ്. സോ ദ റിയൽ ഹ്യൂമൻ നേച്ചർ ഡസ് നോട്ട് ഇൻക്ലൂഡ് സിൻ. ദാറ്റ് ഈസ് ദി ആൻസർ വി ഷുഡ് ഗിവ്. ശരിയായ മനുഷ്യ സ്വഭാവത്തിന്, ദൈവം സൃഷ്ടിച്ച മനുഷ്യ സ്വഭാവത്തിന് പാപമില്ല. മനുഷ്യൻ പിന്നീട് വരുത്തി വെച്ചതാണ് ആ പാപം. ആ പാപ നേച്ചർ പിന്നീട് മനുഷ്യന് വന്നതാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മള് ഇനി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോഴും നമ്മുടെ സ്വഭാവം, ഇപ്പൊ യേശുവിനും ആ മനുഷ്യ സ്വഭാവം ഇപ്പൊ പെർസിസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ മനുഷ്യന്മാരാണ്. റൈറ്റ്? അപ്പൊ ആ ആത്മാവാണ് നമുക്ക് ആ മനുഷ്യത്വം നൽകുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ധർമ്മരാജ്, വേർ ഈസ് ധർമ്മരാജ്? എന്റെ തലയല്ല ധർമ്മരാജ്, കൈയല്ല. നിക്ക് എന്ന് പറഞ്ഞ കൈയും കാലും ഇല്ലാത്ത ഒരാളെ നിങ്ങൾക്ക് ഇറ്റലിക്കാരനാണെന്ന് തോന്നുന്നു. മേ ബി you know do you know about him? Nick Vujicic. കറക്റ്റ് സെക്കൻഡ് നെയിം ഐ ഡോണ്ട് റിമെമ്പർ. നിക്ക് ഈ അടുത്തിടയ്ക്ക് ഒരു പ്രസിഡന്റിനോട് സുവിശേഷം പറഞ്ഞ പ്രസിഡന്റ് ഏതോ രാജ്യത്തില്, ഞാൻ ഓർക്കണില്ല. സോ see, he is also a person, right? കയ്യും കാലും ഇല്ല ആൾക്ക്. But why he is a person? Because he has a spirit. അപ്പൊ യേശുവിന്റെ സ്പിരിറ്റ് മാറ്റി വെച്ചിട്ട് അവന്റെ സിൻലെസ്സസ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. സോ there we should concentrate on virgin birth, hypostatic union. അതാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, മുമ്പോട്ട് പോകാം. സോ അപ്പോളിനാരിസിനെ കണ്ടം ചെയ്തു എന്ന് പറഞ്ഞാൽ ശിക്ഷിച്ചു എന്നുള്ളതല്ല, ആ ഡോക്ട്രിൻ ഡിനൈ ചെയ്യാനായിട്ട് ഒരു കൗൺസിൽ കൂടി കോൺസ്റ്റാന്റിനോപ്പിൾ, അത് 380
7. ഇനി വാട്ട് ആർ ദ ചലഞ്ചസ് ഹിയർ? ഹ്യൂമാനിറ്റി ഓഫ് ക്രൈസ്റ്റ്, ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ, സെയിം ഇൻ ഓൾ. ഇനി ലാസ്റ്റ് പോർഷൻ, റോങ് ടീച്ചിങ് അഗെയിൻസ്റ്റ് പേഴ്സണാലിറ്റി ഓഫ് ക്രൈസ്റ്റ്. അതെന്താണ്? നെസ്റ്റോറിയനിസം. നെസ്റ്റോറിയസ് എന്നുള്ള ആളാണ് ഇത് പഠിപ്പിച്ചത്. ഇദ്ദേഹം ഒരു മങ്കാണ്, സന്യാസിയായിരുന്നു. 4ാമത്തെ സെഞ്ചുറി, 431 സംതിങ്, 430 ആ ഒരു ടൈമിലാണ് ഈ ടീച്ചിങ് വന്നത്. എന്താണ് ഈ ടീച്ചിങ്? ഇത് അപ്പൊലിനാരിയനിസത്തിന്റെ എതിരെ ഉത്തരം കൊടുക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പൊ ആൾ എന്ത് ചെയ്തു? ഹി ഡിനൈഡ് ദ റിയൽ യൂണിയൻ ബിറ്റ്വീൻ ഡിവൈൻ ആൻഡ് ഹ്യൂമൻ നേച്ചർ ഇൻ ക്രൈസ്റ്റ്. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എന്ത് പറഞ്ഞു? 2 നേച്ചറും മാത്രമല്ല 2 പേഴ്സൺ യേശുവിൽ ഉണ്ടെന്ന് പഠിപ്പിച്ചു. 2 പേഴ്സണാലിറ്റി. ഒരു യേശു എന്നുള്ളത് എത്ര ആളാ? 2 പേരാ. ശരീരത്തിൽ ഒരാളെ ഉള്ളൂ, പക്ഷെ ഉള്ളിൽ 2 പേരുണ്ട്. അങ്ങനെ പഠിപ്പിച്ചു. അയ്യോ, അപ്പൊ അതിന്റെ പ്രശ്നം എന്താ? യൂണിറ്റി ഓഫ് ക്രൈസ്റ്റിനെയാണ് ഡിനേ ചെയ്തത്. ദർ ഇസ് നോ യൂണിറ്റി വിത്തിൻ ക്രൈസ്റ്റ്. ഇദ്ദേഹത്തെ കണ്ടം ചെയ്തത് 431 കൗൺസിൽ ഓഫ് എഫെസസിലാണ്. ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? 2 പേഴ്സണാലിറ്റി വിത്ത് 1 പേഴ്സൺ. ഇതിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത്, ഞാൻ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാം, നമ്മുടെ സമയം തീരാൻ പോകണം. ഇതിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത്, ദൈവത്വവും മനുഷ്യത്വവും യേശുക്രിസ്തുവിൽ 2. അതുകൊണ്ടാണ് നമ്മൾ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ പഠിപ്പിച്ചപ്പോ എന്താ പറഞ്ഞേ? ഇൻസെപ്പറബിളി യുണൈറ്റഡ്. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, ഇൻസെപ്പറബിളി യുണൈറ്റഡ്. പക്ഷെ ഇതോ ഇവർ സെപ്പറേറ്റ് ചെയ്ത് പഠിപ്പിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണ്? മനുഷ്യൻ മാത്രം മരിച്ചു, ദൈവം മരിച്ചില്ല. ദാഹിച്ചത് മനുഷ്യനാണ്, ദൈവത്വത്തിൽ അതിനകത്തൊരു പങ്കുമില്ല. അപ്പോ തമ്മിലൊരു യൂണിറ്റി ഇല്ലാത്തൊരു വ്യക്തിയായിട്ട് കർത്താവിനെ കുറിച്ച് പറയേണ്ടി വരും. ദാറ്റ് ഈസ് എൻറ്റയർലി റോങ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ ഒരു രത്ന ചുരുക്കം എന്ന് പറഞ്ഞാൽ, ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്നുള്ളത് ബൈബിള് പഠിപ്പിക്കുന്ന ഒരു ഡോക്ട്രിനാണ്. ഈ വാക്ക് അതിനകത്തില്ലെങ്കിൽ പോലും. അപ്പൊ അത് വ്യക്തമായ നിലയിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ ഐദർ ഹ്യൂമാനിറ്റി ഓർ ഡീറ്റി ഡിനേ ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. God bless you all, and now we are moving into breakout. Thank you so much. God bless.